ജനറൽ പദ്ധതി പ്രകാരം കെ.എസ്.ആർ.ടി.സിക്ക് ലഭ്യമായ ബസ്സുകൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ബസ്സുകളായിരുന്നു എ.സി. ലോ ഫ്ലോർ ബസ്സുകൾ. എ.സി. ലോ ഫ്ലോർ ബസ്സുകൾ ഇപ്പോൾ വീണ്ടും പുതുക്കി നിരത്തിലിറങ്ങുന്നു വാർത്ത കഴിഞ്ഞ മാസം ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ വരികയുണ്ടായി. ഏകദേശം 2 ലക്ഷം രൂപയോളം മുടക്കി ബസ്സുകൾ പുതുക്കി ഇറക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ കോവിഡിന്റെ പേര് പറഞ്ഞുകൊണ്ട് കയറ്റിയിടപ്പെട്ട ബസ്സുകൾ ഈ കൊച്ചി സിറ്റിയിലും തിരുവനന്തപുരം സിറ്റിയിലും കോർപ്പറേഷനുകളുടെ അധീനതയിലും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പദ്ധതി പ്രകാരം ഈ വാഹനങ്ങൾ അന്ന് ലഭ്യമായിരുന്നു. അവിടെ നഗരവികസന പദ്ധതിയുടെ ഭാഗമായി നഗരത്തിലെ ഗതാഗതത്തിന് സംവിധാനത്തിന് വേണ്ടി കോർപ്പറേഷനുകൾ കൂടി പങ്കാളിത്തം ഉണ്ടായിരുന്നു ഈ വാഹനങ്ങൾക്ക് എന്നുള്ളതാണ് പ്രത്യേകത. ഇപ്പൊ നമുക്കറിയാം, എറണാകുളത്ത് നിന്ന് ഈ വണ്ടി തിരുവനന്തപുരത്തേക്ക് മാറ്റുവാനും ദീർഘദൂരം ഓടുവാനും ഒക്കെ ചെയ്തപ്പോൾ അന്നത്തെ എറണാകുളം മേയർ, എനിക്ക് തോന്നുന്നു സൗമിനി ജെയിൻ ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഹൈക്കോടതിയിൽ പോവുകയും മേയർ തന്നെ രംഗത്തിറങ്ങി ഈ വാഹനം പിൻവലിക്കുവാൻ പാടില്ല എന്നൊക്കെയുള്ള വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ജനറൽ പദ്ധതി പ്രകാരം കെ.എസ്.ആർ.ടി.സിക്ക് ലഭ്യമായ ബസ്സുകൾ പ്രത്യേകം ഒരു കമ്പനി രൂപീകരിച്ച് അതിലാക്കണം എന്നുള്ള കേന്ദ്ര നിർദ്ദേശപ്രകാരമാണ് ഈ ജനറൽ പദ്ധതികൾക്ക് KURTC എന്ന് പറയുന്ന കേരള അർബൻ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം നിലവിൽ വന്നത്. അപ്പോൾ KURTC സ്ഥാപിതമാകുകയും ഇപ്പൊ 2008 ആണ് ഈ പദ്ധതി വരുന്നത്. ഇപ്പൊ ജനറൽ പദ്ധതി മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ജവഹർലാൽ നെഹ്റു അർബൻ റിന്യൂവൽ മിഷൻ എന്ന് പറയുന്ന പദ്ധതി പ്രകാരം നടപ്പിലാക്കിയിട്ടുള്ള ഈ പദ്ധതി 190 AC ബസ്സുകളും ഏകദേശം 529ഓളം നോൺ AC ബസ്സുകളും ലഭ്യമായിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു. ഈ പദ്ധതിയിലെ വാഹനങ്ങളെ കൃത്യമായ രീതിയിൽ പരിപാലിക്കാതെ നടത്താതെയൊക്കെ നശിപ്പിച്ച് കളയുകയാണ് ചെയ്തത്. ഇപ്പൊ ജനറൽ പദ്ധതി പ്രകാരം എറണാകുളം നഗരത്തിൽ ഓടിക്കൊണ്ടിരുന്ന, എറണാകുളം കോർപ്പറേഷൻ പരിധിയിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനങ്ങൾ വളരെയേറെ കളക്ഷൻ ഉള്ളതായിരുന്നു. അപ്പം ഞാൻ തന്നെ ആ വാഹനത്തിന്റെ KURTCയുടെ ഈ തേവരയിൽ ജോലി എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അന്ന് ഈ വാഹനം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഫോർട്ട് കൊച്ചി എയർപോർട്ട്, അരൂർ അങ്കമാലി, അതുപോലെ തന്നെ ആലപ്പുഴ, തൃശ്ശൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള വാഹനങ്ങളുടെ സുഗമമായ സഞ്ചാര നടത്തിപ്പ്, അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, കോതമംഗലം തുടങ്ങിയ ഭാഗത്തേക്ക് അങ്ങനെ വളരെ ലാഭകരമായി ഫോർട്ട് കൊച്ചി സർവീസൊക്കെ വളരെ ലാഭകരമായിരുന്നു. എറണാകുളം സിറ്റിയിൽ ഈ ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നു. ആ ലാഭകരമായിട്ടുള്ള സർവീസുകളെല്ലാം ചില വ്യക്തി താല്പര്യങ്ങളുടെ പേരിൽ പൊളിച്ചെടുക്കിക്കൊണ്ട് ഇതിനെ അങ്ങനെ നഷ്ടത്തിൽ കാണിക്കും. വെറും 9 വർഷം മാത്രമുള്ള പഴക്കം ഉള്ള വണ്ടികൾ വരെ ഈ കയറ്റിയിട്ട് നശിപ്പിച്ച കൂട്ടത്തിലുണ്ട്. ഏതായാലും ഇത് റിന്യൂ ചെയ്ത് ഇറക്കുന്നു എന്ന് പറയുകയാണ്. അപ്പൊ ഇത് റിന്യൂ ചെയ്ത് ഇറക്കുമ്പോൾ ഈ വാഹനം എന്തായിരുന്നു ഇതിന് ഉദ്ദേശം? ഇപ്പോൾ ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് തിരുവനന്തപുരമായിട്ട് ഓടുകയാണ്. എന്നിട്ട് ഈ വണ്ടിക്ക് ഇപ്പോൾ കണക്ഷൻ ഉണ്ടെന്നുള്ളതാണ് അറിയൂ. ഏതായാലും ഈ വാഹനങ്ങളെ നശിപ്പിച്ച വാഹനങ്ങൾ ഇപ്പോൾ ഇത് 2 ലക്ഷം രൂപ വീതം മുടക്കി പുനഃക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വാഹനം നിരത്തിലിറങ്ങുന്നു. വളരെ നല്ല കാര്യമാണ്. എങ്കിലും ഇപ്പോൾ മഴക്കാലത്ത് കുഴപ്പമില്ല, വേനൽക്കാലത്ത് ഈ വാഹനങ്ങളുടെ കൃത്യമായ AC മെയിൻറ്റെയിൻസ് ചെയ്യാത്തതുകൊണ്ട് അല്ലെ വാഹനത്തിലെ ഡ്രൈവർമാർ തന്നെ പറയും പേടിച്ചാണ്, കൂടുതൽ ആളുകൾ കയറുമ്പോൾ ഒട്ടും തണുപ്പ് അനുഭവപ്പെടുന്നില്ല. ഏതായാലും ഈ വാഹനങ്ങൾ നിരത്തിലിറക്കുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം നമ്മൾ ഓടിച്ചുകൊണ്ടിരുന്ന ഒരു വാഹനം തേവരയിലെ ആ യാർഡിൽ കിടന്ന് ഇത്രയും മനോഹരമായ വോൾവോ കമ്പനിയുടെ ഏറ്റവും നല്ല വാഹനങ്ങളിൽപ്പെട്ട ഈ AC ലോ ഫ്ലോർ വാഹനങ്ങൾ അവിടെ കാട് പിടിച്ച് ദ്രവിച്ച് നശിക്കുന്നത് കാണുമ്പോൾ വളരെയധികം മനോവിഷം ഉണ്ടായിരുന്നു. കാരണം കാലാവധി പോലും എത്തിയിട്ടില്ല. ഇത് പൊളിച്ചു വിൽക്കാൻ വേണ്ടി ഹൈക്കോടതിയിൽ നിന്ന് പ്രത്യേക അനുമതി മേടിച്ചുകൊണ്ട് കുറെ വാഹനങ്ങൾ പൊളിച്ചു വിറ്റു. അപ്പോൾ ഇത് നിരത്തിലിറക്കുവാനുള്ള മന്ത്രിയുടെ തീരുമാനം സ്വാഗതാർഹമാണ്. ഇത് വാഹനങ്ങൾ പണിതിറക്കുന്നത് സ്വാഗതാർഹമാണ്. അതോടൊപ്പം തന്നെ ഈ വാഹനം ആരാണ് ഈ രീതിയിലാക്കി തീർന്നത്? ഈ വാഹനം ആരുടെ നിർദ്ദേശപ്രകാരമാണ് യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ഓടിക്കൊണ്ടിരുന്ന ആ റൂട്ടുകൾ ലാഭകരമായിട്ടുള്ള ഫോർട്ട് കൊച്ചി എയർപോർട്ട് പോലെയുള്ള റൂട്ടുകൾ, എയർപോർട്ട് അരൂര് പോലെയുള്ള, ആലുവ പോലെയുള്ള റൂട്ടുകളിൽ സുഗമമായി സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ഈ ബസ്സുകൾ ആരാണ് ഇതിന്റെ സർവീസുകൾ പൊളിച്ചടുക്കിക്കൊണ്ട് കൊച്ചിയിൽ നിന്നും കൊച്ചിയുടെ സിറ്റി സർവീസിൽ നിന്നും ഈ ബസ്സുകളെ അപ്രത്യക്ഷമാക്കുവാൻ കൂട്ടുനിന്നത് ആര്? ഈ ബസ് നശിപ്പിക്കുവാൻ വേണ്ടി തേവരയിൽ ഇത് കൊണ്ടുപോയി കൂട്ടിയിട്ടത് ആര്? തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയും അത്തരക്കാരെ കണ്ടെത്തി ശിക്ഷിക്കുകയും ചെയ്താൽ മാത്രമേ ഭാവിയിൽ ഇത്തരം നടപടികൾ ഉണ്ടാവാതിരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഏതായാലും വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നത് സന്തോഷകരമായ കാര്യമാണെങ്കിലും ഈ വാഹനത്തിന്റെ പിന്നാമ്പുറങ്ങളിലെ അഴിമതികളെ കുറിച്ച് അന്വേഷിക്കണമെന്നാണ് വെൽഫെയർ അസോസിയേഷൻ ആവശ്യപ്പെടുന്നത്. നന്ദി.